ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആംഗ്രി മൃണാൾ അല്ല ഹംഗ്രി മൃണാളിനെ കുറിച്ചാണ്. നമ്മുടെ മൃണാൾ വ്ളോഗ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5, 6, 7, 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഒരു കാലത്ത് കേരളത്തിലുള്ള പ്രമുഖനായിട്ടുള്ള ഒരു ഫുഡ് വ്ളോഗറായിരുന്നു നമ്മുടെ മൃണാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു യൂട്യൂബൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരായിട്ടുള്ള എല്ലാവരും മൃണാളിൻ്റെ വീഡിയോ ഒരു കാലത്ത് കണ്ടിട്ടുണ്ടാവും. ഇഷ്ടം പോലെ വീഡിയോ, ആയിരക്കണക്കിന് വീഡിയോ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുകയും പല റെസ്റ്റോറൻറ്റ്സും നമുക്ക് തന്നെ തോന്നിപ്പോവും ഇതൊക്കെ നല്ല സ്ഥലമാണല്ലോ, ഇവിടുത്തെ ഫുഡ് കണ്ടാൽ തന്നെ ഒന്നും തോന്നില്ല. അനാവശ്യമായിട്ടുള്ള കുറ്റം കേറി പറയുക. ഹൈജീനിന് പ്രശ്നം, ഫുഡിന് ഇത് പ്രശ്നം, ഇതിങ്ങനെ ശരിയല്ല, ഇതിങ്ങനെയാണ്, ഇവർ കാർത്തി റെസ്റ്റോറൻറ്റ് ഒന്ന് ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുത്തെ ബില്ലിംഗ് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതേ ബില്ലിംഗ് സിസ്റ്റവും അതേ ഓർഡറിങ് സിസ്റ്റവും കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഹംഗ്രി മൃണാളിൽ വെച്ച മൃണാളാണ്. അപ്പം മൃണാളിൻ്റെ നിലപാട് എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഭയങ്കര പറച്ചലാണ്. പറച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ് ലോകത്തിലുള്ള ഏറ്റവും ഉത്തമനായിട്ടുള്ള റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ്, ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് റിവ്യൂവർ, ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ക്രിട്ടിക് അല്ലെങ്കിൽ ഫുഡ് ക്രിട്ടിക് എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഇരിക്കുന്ന മൃണാൾ ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് മലയാളികളുടെ ഇടയിലോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് തന്നിട്ടില്ലെങ്കിൽ പെട്ടോ. ഹീ വാസ് ഫോഴ്സ്ഡ് ടു ഡൂ ദാറ്റ് ചേഞ്ച്. തല്ലിപ്പൊളി സാധനങ്ങൾ വാങ്ങിച്ച് മൃണാൾ കലക്കി ഇന്നലത്തെ ആ ലൈവിലിരുന്ന് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞതുപോലെ കൊടുത്തിരുന്നെങ്കിൽ മൃണാളിനെ ഒരു ദിവസം കൊണ്ട് ആൾക്കാർ പൂട്ടിക്കെട്ടിയാനെ. ഹംഗ്രി മൃണാളിൻ്റെ ഒരു കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ്, ചോറ് 10 രൂപയ്ക്കും ചമ്മന്തി 5 രൂപയ്ക്കും കൊടുത്തിരുന്നെങ്കിൽ വാങ്ങിച്ച് കഴിക്കാമായിരുന്നു. പക്ഷേ കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് 20-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചോറും 4 കറികളും കിട്ടുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചമ്മന്തി ഇത്രയും ഫസ്റ്റ് ഗ്രേഡ് ചമ്മന്തിയിലാണ് അരച്ചതെന്നൊന്ന് നോക്കി കഴിക്കാൻ അത്രയും പാവപ്പെട്ട ആൾക്കാർക്കിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അവരങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് 4 തരം കറിയും അൺലിമിറ്റഡ് ആയിട്ട് ചോറും കിട്ടുന്നതാണെങ്കിൽ അതേ അവർ പോയിട്ട് കഴിക്കൂ. അത്രയും ബേസിക്കാണ് ഇതൊക്കെ. ഇറ്റ്സ് ഫെയിൽഡ്, നടക്കില്ല. ഇഡ്ഡലിയും വടയും പോയിട്ട് ഓർഡർ ചെയ്തിട്ട് കഴിക്കണ പോലെയല്ല ഇത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. ഇപ്പം ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ആൾക്കാരെ യാതൊരുവിധ വിലയുമില്ല. ഇയാൾ വായി തുറക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇൻവെസ്റ്റ്, ഇയാളാണ് മേജർ, ഇയാളും വേറൊരാളാണ് മേജറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഹാഫ് ദ റെസ്റ്റോറൻറ്റ് ഇവരാണ് ഓൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ലൈവിലൊക്കെ വന്നിരുന്ന് പറയുന്നത്. പിന്നെ ഒരു കാലത്ത് ആൾക്കാർ ഒരു ഫീഡ്ബാക്കും ദഹിക്കില്ല. അത് പ്രശ്നം. ഇതൊക്കെ ഞാനെന്തിനു മൈൻഡ് ചെയ്യുന്നു? ഈ കീടങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനെന്തിനു നോക്കണം? റിവ്യൂസിന് ഒരു റെസ്പെക്റ്റും ഇല്ല. അതുകൊണ്ട് എന്തായി? 3 സ്റ്റാർ റിവ്യൂ മറ്റേ മെയിൻ എടപ്പള്ളിയിലുള്ള ഹംഗ്രി മൃണാളിലുള്ളൂ. 3 സ്റ്റാർ റെസ്റ്റോറൻ്റ് ഉള്ള ഒരാൾ, സാമാന്യമായിട്ടുള്ള ബോധമുള്ള ഒരാൾ, ഇയാളെക്കുറിച്ച് അറിയാത്ത ഒരാൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി പോവോ? നമ്മളിപ്പോൾ 3 സ്റ്റാറിലുള്ള റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തിട്ട് പോവോ? എനിക്ക് സത്യം പറഞ്ഞാൽ ധൈര്യമില്ല. കാരണം അവിടെ പോയിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് എന്തെങ്കിലും പണി കിട്ടിയിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരിക്കലും ഒരു 4 സ്റ്റാറിന് താഴെയുള്ള റെസ്റ്റോറൻറ്റ്സിലേക്കൊട്ടേക്കൊന്നും കയറാറേ ഇല്ല. പിന്നെ ഇത് അറിയുന്നത് കൊണ്ട് ഇവിടെ പോയി കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈജീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഈച്ച പ്രശ്നമൊക്കെ വന്ന സമയത്തെ മോക്കിയായിരുന്നു. ഇവിടെ ഒന്നും ഈച്ചയില്ല, ഈച്ച ഇതിൽ കൂടുതൽ വന്നിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാലത്ത് അഹങ്കരിച്ച് നടന്ന മൃണാൾ ഇന്നലെ വന്ന് ലൈവിൽ ഞാൻ പൊട്ടൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വെക്കാതെ, അതാ ഫസ്റ്റ് വീഡിയോ അതാ കണ്ടോ. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ചു നേരത്തെ സംസാരിക്കുമായിരുന്നു. അപ്പൊ അയാള് എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ താനിത് കണ്ടോണ്ട് നിന്ന ആളല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ശരിയല്ലേ? എന്തിനാ ഇത് ചെയ്ത്? എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറന്റിന്? ആരാ മേടിക്കുന്നുള്ളത്? സ്ട്രാപ്പ് പോലും വെക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. അഭിനയം പൊളിച്ചു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ കലക്കി കൊടുത്താൽ മതി. എത്ര സാധാരണ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാണ് മൃണാൾ അന്നും ഇപ്പം വന്ന് പറയുന്നത്. 3500 സ്ക്വയർ ഫീറ്റോ മറ്റോ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റ് അത്ര. അപ്പോൾ ഇത്രയും വലിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, വെറുതെ ബോർഡും വെച്ചിട്ട് അങ്ങ് പരിപ്പൊടിയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കാൻ നാം മൃണാൾ അണ്ണൻ്റെ കൺസൾട്ടൻസി പാരമ്പര്യം പഠിപ്പിച്ചത് തോന്നുന്നു.
അടുത്തൊരു വീഡിയോയും കൂടി ഉണ്ട്, ഇതാ കണ്ടു നോക്കാം. ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടോ ഒന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഇല്ല ഇല്ല ഇല്ല, ഈ റെസ്റ്റോറന്റ് തുടങ്ങിയതിനു ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. എയറൊന്നും നമ്മൾ ഇറങ്ങാൻ എനിക്ക് സമയം പറ്റിയ ഉണ്ടായിട്ടില്ല. മണ്ടത്തരം എന്താന്ന്, എനിക്ക് പറ്റിയ അബദ്ധങ്ങള്, അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവര് കുറെ പേരുണ്ടല്ലോ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കള്. അപ്പോ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു സാധാരണ കുടുംബത്തിന്റെ പല പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അയ്യോ മാത്രം ഉണ്ടാക്കിയത്. വേണ്ടേ, ഫ്രഷ് വാട്ടറും ഞങ്ങൾ വേസ്റ്റ് ചോദിച്ചില്ലല്ലോ. വാട്ടറും. തള്ളി മറിക്കലാണ് മൃണാളിൻ്റെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് തള്ളി മറിക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒന്നും നടക്കില്ല. കൊച്ചിയിൽ ഇതൊന്നും ഇല്ലാതെ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് നടക്കാൻ പോകുന്നില്ല. എന്താണിത്, വെള്ളരിക്ക പട്ടണം? ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കുകയാണോ? കമൻസ് ഉണ്ട്, 3 കമൻസ്, ഫസ്റ്റ് ടോപ്പ് 3 3 കമൻസ്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സീൻ, എന്താണ് സംഭവം എന്ന്. ഒരു ഇതുമില്ല, സംഗതി അടപടലം, ആൾക്കാരുടെ മുമ്പിൽ മൂഞ്ചി. അതിപ്പോൾ എങ്ങനെയെങ്കിലും വെളുപ്പിക്കണം മൃണാളിന് വന്നിട്ട്. അതുകൊണ്ട് അടവ് 18ാമത് എടുത്തിട്ടാണ് വന്നിരിക്കണം. കുറച്ച് ദിവസം മുമ്പ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്തുനിന്ന് പാവപ്പെട്ടവർക്ക് പോയി ഭക്ഷണം കൊടുക്കുക, അവരെ പബ്ലിക്കലി ഈ ഒരു ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക, സ്ട്രേ ഡോഗ്സിനെ പോയിട്ട് ഫീഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടിരിക്കുക. അപ്പം ഇതൊന്നും നടക്കുന്നില്ല. കുറേ കാലം അഹങ്കാരം കൊണ്ട് നടന്നു, ആൾക്കാരെ വിലയില്ല എന്ന് പറഞ്ഞ് നടന്നു. അവസാനം 18ാമത്തെ അടവുമായിട്ട് നമ്മുടെ മൃണാൾ അണ്ണൻ ഇറങ്ങിയിരിക്കുകയാണ്. മാസീവ് അറ്റാക്ക്, അത്ര മാസീവ് അറ്റാക്ക്. ആരാ ഇതിനെക്കൊണ്ട് ഇപ്പോൾ സംസാരിക്കാറ് തന്നില്ല. ഇതിൻ്റെയൊക്കെ റിലവൻസ് പോയില്ല. ആദ്യത്തെ ഒരു 2-3 മാസം ഭയങ്കര ഇതായിരുന്നു. ഇതിപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന തന്നെയില്ല. ഒരാൾ പോലും റിവ്യൂ ചെയ്യാൻ, ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഒന്നും പോയിട്ട് കയറാറ് തന്നെയില്ല. ഒരു സമയത്ത് എല്ലാവരും പോയി, ഇയാളും എല്ലാവരുടെയും പോയിട്ട് പറയുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഹംഗ്രി മൃണാളിൻ്റെ വിശിഷ്ടമായ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഫുഡ് പോലെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ